ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാണ്. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിനക്ക് നേരുകയാണ്. നിൻ്റെ കുടുംബം ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എങ്ങനെയാണ് നിൻ്റെ കുടുംബം തിരുക്കുടുംബമാകുക? നിൻ്റെ കുടുംബത്തിലേക്ക് ദൈവം ഇറങ്ങി വരുമ്പോൾ, നിൻ്റെ കുടുംബത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടാകുമ്പോൾ, അവിടെ കുടുംബങ്ങളൊക്കെ തിരുക്കുടുംബമാകുക. വചനം ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 51-ാം തിരുവചനം. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കാണാതെ പോയ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തിയതിന് ശേഷമുള്ള കാര്യം പറയുക. അവൻ അവരോടൊപ്പം, അതായത് യേശു മറിയത്തോടും യോസേപ്പിനോടൊപ്പം വന്ന് ആ കുടുംബത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. ദൈവം ആ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിമിഷം. ജീവിതം, നിൻ്റെ ജീവിതം അങ്ങനെ ആകട്ടെ. ദൈവത്തിന് എങ്ങനെയാണ് നിൻ്റെ കുടുംബത്തിലേക്ക് നിന്നോടൊക്കെ ചേർന്ന് വരാൻ പറ്റുക? നിൻ്റെ ജീവിതം തുറന്നൊരു പുസ്തകമാണെങ്കിൽ, ദൈവത്തിന് എപ്പോഴും കയറി ഇറങ്ങാൻ പറ്റുന്നതാണെങ്കിൽ, നിൻ്റെ ജീവിതവും കുടുംബവും തീർച്ചയായിട്ടും ദൈവം അവിടെ ഉണ്ടാവും. അവിടെ നിൻ്റെ കുടുംബം തിരുക്കുടുംബമാവും. അങ്ങനെ നിൻ്റെ കുടുംബത്തിൽ അഭിഷേകം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തിയുടെ കുടുംബം തിരുക്കുടുംബം പോലെ ആയിത്തീരട്ടെ എന്ന്, ഈ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ ദൈവത്തിൻ്റെ അഭിഷേകം കിട്ടാൻ ഇടവട്ടെ എന്ന് നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ.